നമസ്കാരം, അരുണാണ് കൂടെ. സുമിയുണ്ട്. മലാവി ഡയറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ വില്ലേജിലാണ്. അപ്പൊ ഇന്ന് നമ്മൾ വ്യത്യസ്തമായ ഒരു വീഡിയോ കൊണ്ട് വന്നിരിക്കുന്നത് അല്ലേ? അതെ, ഇന്നൊരു വ്യത്യസ്തമായ വീഡിയോ, കുക്കിംഗ് വീഡിയോ തന്നെയാണ്, പക്ഷെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇന്നിവിടെ കുറേ ചേച്ചിമാരുണ്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനം ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പോവാണ്. അതായത് ബിഗ് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കല്ല, ഇതെങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പോവാണ്. ഒരു ചെറിയ കുക്കിംഗ് റെസിപ്പി പഠിപ്പിക്കുകയാണ് നമ്മൾ. അതായത് നമ്മളൊരു ഓപ്പൺ ഏരിയയിൽ നമ്മുടെ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നവരെ പഠിപ്പിക്കും. വലിയ ക്വാണ്ടിറ്റി അല്ല, കുഞ്ഞു ക്വാണ്ടിറ്റിയിൽ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് എന്താണ്? മത്തൻ പൂവിന്റെ തോരൻ. ഇപ്പൊ ഇവിടെ മരാവില് മത്തന്റെ സീസൺ ആണ്. റോഡിലൊക്കെ പോകുമ്പോഴാണെങ്കിലും കൂട്ടം കൂട്ടായിട്ട് മത്തൻ കൂട്ടിയിട്ടുണ്ടാവും. അപ്പം മത്തൻ സീസൺ ആയതുകൊണ്ട് ഇഷ്ടം പോലെ മത്തൻ പൂ ഈ സമയത്ത് ഇവർക്ക് കിട്ടും. അപ്പൊ നമ്മള് ഇപ്പൊ പോകുന്നത്, ഇനിയിപ്പോ നിങ്ങൾ നേരെ കാണാൻ പോകുന്നത് നമ്മുടെ പിള്ളച്ചേട്ടന്റെ കൃഷിത്തോട്ടത്തേക്കാണ്. അപ്പൊ അവിടുത്തെ കുറച്ച് കാഴ്ച കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പൊ നമ്മളിപ്പോ വന്നിരിക്കുന്നത് പിള്ളച്ചേട്ടന്റെ ഗാർഡനിലാട്ടോ. പിള്ളച്ചേട്ടൻ നട്ട് വളർത്തിയിട്ടുള്ള വാഴ, ചീര, മത്തൻ, മല്ലിക ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പിള്ളച്ചേട്ടൻ ഇവിടെ ഇല്ല, പിള്ളച്ചേട്ടൻ നാട്ടിൽ പോയതാണ്. അപ്പൊ ഇവിടെ കുറേ മത്തമ്പൂ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അതിലൊന്നിനും കായയില്ല, കായ പിടിക്കാത്ത മത്തമ്പൂവാണ്. അപ്പൊ ഈ കായ പിടിക്കാത്ത മത്തമ്പൂവും കൊണ്ട് എങ്ങനെ തോരൻ ഉണ്ടാക്കാന്നാണ് നമ്മൾ അവരെ പഠിപ്പിക്കാൻ പോണേ. അപ്പൊ ഞാൻ കുറച്ച് മത്തമ്പൂ പറിച്ചിട്ട് വരാം കേട്ടോ. അപ്പൊ നമ്മള് മത്തമ്പൂവൊക്കെ പറിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഇഷ്ടംപോലെ മത്തനൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല മത്തനൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എല്ലാം പിള്ളച്ചേട്ടന്റെ അധ്വാനാണ്. പിള്ളച്ചേട്ടൻ ഉണ്ടാക്കിയതാണ് ഇതെല്ലാം. നാട്ടിൽ നിന്ന് കുറെ വിത്തൊക്കെ കൊണ്ടുവന്ന് ഉണ്ടാക്കിയതാണ്. പിള്ളച്ചേട്ടൻ നല്ലൊരു കർഷകനാണ് കേട്ടോ. അടിപൊളിയായിട്ട് എല്ലാ സാധനം ഉണ്ടാക്കും. ഇഷ്ടംപോലെ കോവക്ക, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നാട്ടിൽ കോവക്ക കൊണ്ടുവന്നത് തന്നെ പിള്ളച്ചേട്ടനായിരിക്കും. ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ മത്തമ്പൂവൊക്കെ പറിച്ചു കഴിഞ്ഞു. വാഴ കണ്ടത്, വാഴ, മത്തങ്ങ, കുമ്പളങ്ങ, എല്ലാം ഉണ്ട്. ഇതാണ് ഇഷ്ടം പോലെ മത്തമ്പൂ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, തമാലയും കുറെ പറിക്കുന്നുണ്ട്. നമുക്കിനി പോവാല്ലേ? കൃഷിയാണത്. കാന്താരി എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ. ആഫ്രിക്കയിലെ മണ്ണിൽ പച്ചക്കറി എങ്ങനെ വിളയുന്നുള്ളതിന് ചെറിയ ഉദാഹരണം കേട്ടോ. ഇവിടെ വെണ്ടയ്ക്കയുണ്ട്, മത്തങ്ങയുണ്ട്, കുമ്പളങ്ങയുണ്ട്, എല്ലാ സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മതിലിലൂടെ കയറി നിൽക്കുന്നത് കുമ്പളം കേട്ടോ. കുമ്പളമൊക്കെ പൂട്ടിട്ടുണ്ട്. കുമ്പളങ്ങയുണ്ട്, ഇഷ്ടംപോലെ കുമ്പളങ്ങയുണ്ട്. കുറേ കുമ്പളങ്ങ പറിച്ചിട്ടുണ്ട്. ഇവിടെ കുഞ്ഞു കുഞ്ഞു കുമ്പളമുണ്ട്. അതിനിടയിൽ കുമ്പളങ്ങ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു മേശ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ചേച്ചീൻ്റെ മേശയാണ്. മേശ ഞങ്ങൾ പുറത്ത് പിടിച്ചിട്ടിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. അപ്പം അരിയാനുള്ള ഫസ്റ്റ് തന്നെ നമുക്ക് കത്തി, 2 കത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. 3 കത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിൽ ആകെ 1 പച്ചമുളക് നമ്മൾ ചിലപ്പോൾ ഉപയോഗിക്കാം. പിന്നെ വെളുത്തുള്ളി ഇവിടെ കിട്ടും. ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റിലൊക്കെ വെളുത്തുള്ളി കിട്ടും. പിന്നെ ഉപ്പ്, അതേപോലെ മഞ്ഞൾപ്പൊടി, ഇതൊക്കെ ഇവിടെ കിട്ടുന്ന സാധനമാണ്. പിന്നെ മസ്റ്റാർഡ് സീഡ്, ഇത് ഇവരിവിടെ കൃഷി ചെയ്യുന്ന സാധനമാണ്. എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ മലാവിയുടെ നമ്മൾ കുറേ വട്ടം പറഞ്ഞിട്ടുണ്ട്. ഈ കടുകിൻ്റെ വിത്ത് കൊണ്ട് ഇവർ കൃഷി ചെയ്ത് ഇതിൻ്റെ ഇലയാണ് ഉപയോഗിക്കാൻ. അപ്പോൾ കടുകിൻ്റെ വിത്ത് കിട്ടാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ ഓയില്, പിന്നെ നമുക്ക് ചതക്കി ഇടിക്കുക എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, കാരണം മിക്സി ഒന്നും ഇല്ലല്ലോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വിചാരിച്ചിട്ട് ഞാനൊരു ഇടിക്കുന്ന സാധനം എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങയ്ക്ക് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്രൗണ്ട് നട്ടിൻ്റെ പൊടിയാണ്. ഇതുണ്ടോ, ഇവിടെ അങ്ങനെ വാങ്ങാൻ കിട്ടും ഗ്രൗണ്ട് നട്ട് പൊടിച്ചത്. അപ്പോൾ തേങ്ങയ്ക്ക് പകരം നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇവർ കറികളിലൊക്കെ കണ്ട തേങ്ങ അരച്ചിട്ടുള്ള കറി പോലെ തോന്നും ഇവരുണ്ടാക്കുന്ന കറി. അതൊക്കെ ഞാൻ ലൈഫ് ഓഫ് ഫർണിച്ചറിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ, അതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അതിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റും. അപ്പം തേങ്ങയ്ക്ക് പകരം തേങ്ങേൻ്റെ ലുക്കിൽ കിട്ടാൻ ഗ്രൗണ്ട് നട്ടിൻ്റെ പൊടി നമ്മൾ മേടിച്ചിട്ടുണ്ട്. പിന്നെ സബോള ഇങ്ങനെയാണ് ഇവിടെ കിട്ടുന്നത്. ഇങ്ങനെ 4 സബോള, 1 2 4 സബോളയും 4 സബോളയ്ക്ക് 500 കോച്ചയാണ്. നാട്ടിലൊരു 25 രൂപ കേട്ടോ ഏകദേശം. ഇങ്ങനെയാണ് ഇപ്പോൾ കിട്ടുന്നത്. കാരണം സബോള വലുതായി വരുന്നേ ഉള്ളൂ. ആൾക്കാർ അതിന് മുന്നേ തന്നെ പറിച്ചിട്ട് വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് സബോള.
പിന്നെ മെയിൻ ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് മത്തന്റെ പൂവാണ്. അപ്പൊ എല്ലാവരും മത്തൻ പൂവൊക്കെ പറക്കുന്നത് കണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത പണി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മത്തന്റെ പൂവ് കഴുകിയെടുക്കണം. ഇതിലൊക്കെ മഴ പെയ്തിട്ട് പൊടികളൊക്കെ വീണിട്ടുണ്ട്, മണലൊക്കെ ആയിട്ടുണ്ട്. അപ്പത്തേക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് വരണം. പിന്നെ ഇത്ര മത്തൻ പൂവും കൊണ്ട് നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുന്നത്, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാന്നുള്ളത്. അപ്പൊ നമുക്കിനി അടുത്തത് ചെയ്യാനുള്ളത് നേരെ മത്തൻ പൂവ് കഴുകിയെടുക്കാം. പിന്നെ നമ്മൾ അവിടെ ചാർക്കോളിന്റെ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് കാണിച്ചു തരാം. അപ്പൊ ആദ്യം നമുക്ക് മത്തന്റെ പൂവൊക്കെ കഴുകി എടുക്കാം കേട്ടോ. ഫസ്റ്റ് വാഷ്. അപ്പൊ നമ്മുടെ കിണറ്റിൽ നിന്ന് വെള്ളം എടുത്തിട്ട് നമ്മുടെ മത്തൻ പൂവ് കഴുകാൻ പോവാണ്. നല്ല വെള്ളം ഉണ്ടോ കിണറ്റിലുള്ള? Just to open deep water. Open it. That is because baby. He is going to school. Technical. അപ്പൊ ഞങ്ങള് മത്തന്റെ പൂവൊക്കെ കഴുകിയെടുത്തു. ഇനി ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്ത് തുടങ്ങാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞങ്ങള് മത്തൻ പൂവ് എല്ലാരും കട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. ചേച്ചിമാര് കുറെ പേര് ഇത് അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. നമ്മൾ ഈ ടേബിളൊക്കെ ക്ലീൻ ആക്കി കൊണ്ടുവന്ന ടേബിളാണ് കേട്ടോ. അപ്പൊ ഇവിടെ മത്തന്റെ സീസൺ ആണ്. ഞാൻ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു കാഴ്ച കാണാൻ പറ്റുകയാണെങ്കിൽ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. മത്തൻ ഇഷ്ടം പോലെ റോഡ് സൈഡിൽ ഇപ്പൊ കൂട്ടിയിട്ടിട്ടുണ്ടാകും. എന്നിട്ട് അത് വലിയ വണ്ടികൾ വന്നിട്ട് അത് എടുത്തുകൊണ്ട് പോകും കേട്ടോ. എങ്ങോട്ടാ കയറ്റി വെക്കുന്നത് എന്തിനാന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞങ്ങൾ കുറെ വട്ടം കണ്ടിട്ടില്ലായിരുന്നു ഏട്ടാ. അതെ അതെ, ഒരുപാട് മത്തൻ കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ. മത്തങ്ങ ഒരു തിന്നും ചെയ്യും ഇവര്. മത്തങ്ങ കൊണ്ട് എന്താ കേക്ക് ഒക്കെ ഉണ്ടാക്കുന്നു. കേക്ക് ഉണ്ടാക്കണേലും മത്തങ്ങ ഉപയോഗിക്കും. അതേപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മത്തങ്ങ പുഴുങ്ങിയിട്ട് കഴിക്കും. അപ്പൊ നമ്മള് മത്തമ്പൂവ് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 2-3 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, പിന്നെ ഉള്ളി ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഗ്രൗണ്ട് നട്ട് ഇതാ, മസാലകളെല്ലാം ഉണ്ട്, കടുക്, ഓയില്. ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. ആദ്യോ എന്നാണ് ചിച്ചവേലി വെളുത്തുള്ളിക്ക് പറയാം. ആദ്യോ. പിന്നെ സബോള, പച്ചമുളകിന് സബോള ആദ്യോ. And onions. What do you call this one? Chiluwe. Sinjilo, groundnut flour. This one? Chiluwe, Sinjilo. Sinjilo എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലവർ. ചിലുവെ, അനിയൻസ്, സബോള, ആദ്യോ. അപ്പൊ ചേച്ചീന്റെ കയ്യിലിരിക്കുന്നത് ഇഞ്ചേലാണ്. ഇഞ്ചേല
ഇഞ്ചിയിലെ സീഡ് സാമ്പീരു, ഇഞ്ചിയിലെ സാമ്പീരു, മസ്റ്റാർഡ് സീഡ്, മസ്റ്റാർഡിന് ഇഞ്ചിയിലെ സീഡിന് സാമ്പീരു. അപ്പൊ ഞങ്ങള് ടേബിളൊക്കെ ഒന്നും കൂടി ഒന്ന് ക്ലീൻ ആക്കാണ്. നമ്മൾ അടിയോ എന്ന് പറയുന്ന വെളുത്തുള്ളി നമ്മൾ ഇതിലിട്ടിട്ട് ഒന്ന് ചതക്കുകയാണ്. പതുക്കെ നമുക്ക് ഓരോന്നായിട്ടിട്ട് ചതക്കാം കേട്ടോ. ഞാനൊരു ആവേശത്തിന് എല്ലാം ഇട്ടതാണ്. എല്ലാവർക്കും പച്ചമുളക് ഇട്ടപ്പോ ഒരു മുഖത്തിന് മാറ്റമുണ്ട്. അധികം ഞാൻ പച്ചമുളക് ചതക്കുന്നില്ല, വെറുതെ 2 ജസ്റ്റ് ഇടിക്കുന്നുള്ളൂ കേട്ടോ. ഞാനിഞ്ഞോൽക്കിപ്പോ എരിവ് കൂടണ്ട. അങ്ങനെ നമ്മുടെ കുക്ക് ചെയ്യാനുള്ള ചാർക്കോൾ അടുപ്പ് വെച്ചിട്ടുണ്ട്. നല്ല കനലുണ്ട്. അപ്പൊ നമ്മുടെ പാത്രം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയില് മസ്റ്റാർഡ്. ഇവരാരും മസ്റ്റാർഡ് സീഡ് ഇങ്ങനെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് ഇടാണ് മസ്റ്റാർഡ്. ഇതിപ്പോ പറഞ്ഞെടുത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടുക് പൊട്ടി തെറിക്കും കുറച്ച്. എല്ലാരും മുഖം ഇങ്ങനെ വെക്കണ്ടെന്നാണ് നമ്മൾ പറഞ്ഞു കൊടുത്തത്. നമ്മുടെ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ കടുക് പൊട്ടി കഴിഞ്ഞു കേട്ടോ. കടുക് പൊട്ടി കഴിഞ്ഞിട്ട് സാധാരണ നമ്മള് ഉള്ളി വഴറ്റിയിട്ട് അതിലേക്ക് നമ്മുടെ ബീൻസ് എന്തെങ്കിലും അരിഞ്ഞു വെച്ചത് ഇട്ടിട്ട് പിന്നെ അതിലേക്ക് തേങ്ങയൊക്കെ ചതച്ചത് ഇട്ടാണ് സാധാരണ അങ്ങനെയാണ് തോരൻ ഉണ്ടാക്കുക. പക്ഷെ നമ്മളിത് തേങ്ങ ഒന്നും ചതച്ചിട്ടില്ല, പകരം നമ്മുടെ ഗ്രൗണ്ട് നട്ടിന്റെ പൊടി ഇടുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ആദ്യം നമുക്ക് ഈ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് ഇടിച്ച പച്ചമുളക് ഉണ്ടല്ലോ ഇതിലേക്ക് ഇടാന്ന്. അരിയോ സബോള, ഓയില്, മസ്റ്റാർഡ്, then adio, then sabola. Then onion. Onion. Yeah. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ നമുക്ക് സബോളയ്ക്ക് പകരം ചെറിയ ഉള്ളി ചേർക്കണ്ട കേട്ടോ നല്ല. അപ്പൊ നമ്മള് വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇട്ടു. ഇനി തേങ്ങയ്ക്ക് പകരം നമുക്ക് ഇതാക്കണേ നമ്മുടെ ഗ്രൗണ്ട് നട്ടിന്റെ പൊടി ഇടാം. ഗ്രൗണ്ട് നട്ട് ഒരു 4 സ്പൂൺ ഗ്രൗണ്ട് നട്ടിന്റെ പൊടി ഇട്ടിട്ടുണ്ട്. 4 അല്ല, ഒരു 5 സ്പൂൺ ഇടാം അല്ലെ. 5 സ്പൂൺ ഗ്രൗണ്ട് നട്ടിന്റെ പൊടി ഇട്ടിട്ടുണ്ട്. കാലി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, കുറച്ചിട്ടോ കാലി. ഇനി നമുക്ക് ചിലുവ ആഡ് ചെയ്യാം. ചിലുവ എന്ന് പറഞ്ഞാല് മത്തന്റെ പൂവിനെയാണ് ചിലുവ എന്ന് പറയാ. അപ്പൊ പംകിൻ ഫ്ലവർ, ഇനി നമുക്ക് അവസാനത്തിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ഉപ്പാണ്. ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. സോൾട്ട്, ഉപ്പ് ആഡ് ചെയ്ത് സോൾട്ട്, ഇഞ്ചേല് പക്ഷെ എങ്കിലുണ്ടല്ലോ നമ്മൾ ഈ ഗ്രൗണ്ട് നട്ടിന്റെ പൊടി ചേർക്കണേ കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടണ പോലെയൊക്കെ തോന്നും കേട്ടോ. തേങ്ങയാണെങ്കിൽ കുറച്ചിങ്ങനെ വിട്ട് വെക്കുമല്ലോ.
കാണാൻ നല്ല ഭംഗിയുണ്ട് ഞങ്ങള് മത്തന്റെ പൂവ് തോരൻ വെച്ചോണ്ടിരുന്നപ്പോ ഇതിലേതാ ഒരു കർഷകൻ സൈക്കിളിലൂടെ മത്തൻ വിൽക്കാൻ വന്നിട്ടുള്ളത്. ഇതാ പിള്ളേരെ കയ്യിലൊക്കെ മത്തനുണ്ട് കേട്ടോ. ഓ 400 കോച്ചുള്ളൂ കേട്ടോ, വളരെ വിലക്കുറവാണ്. അപ്പൊ എല്ലാവർക്കും ഒരു മത്തൻ. നമ്മളെല്ലാവർക്കും ഓരോ മത്തം വാങ്ങി കൊടുക്കാനുണ്ടോ. എല്ലാവർക്കും നമ്മൾ ഓരോ മത്തം വാങ്ങി കൊടുക്കാണ്. ഈ കൊട്ട നിറച്ച് മത്തനാണ് കേട്ടോ. 16 മത്തനുണ്ട്. കർഷകൻ തന്നെ ആകെ അന്തം വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഇപ്പൊ എത്ര രൂപ പറയണമെന്ന്. മറ്റേ ഇവരുടെ മറ്റേ വീട്ടിലെ ഇതാണ് നമ്മുടെ കർഷകൻ. കർഷകന് ഏതായാലും നല്ലൊരു അടിപൊളി കച്ചവടം കിട്ടി ഇതിൽ വന്നപ്പോ. ഇതിവിടെ കിട്ടുന്ന ഒരു പഴമാണ് കേട്ടോ. ഇതിനൊരു പുളിന്റെ രുചിയാണെന്നാ പറഞ്ഞിട്ടുള്ളത്. കണ്ട കൊക്കോനെ പോലെ തോന്നും. ഇവരെല്ലാരും ആ പഴം കഴിക്കാണ്. അപ്പൊ നമ്മുടെ തോരൻ ഏകദേശം ആവാനായി. പക്ഷെ ഇതിലൊരു ഇച്ചിരി വെള്ളത്തിന്റെ ഒരു അംശം ഉണ്ട് കേട്ടോ. ഇനി ഗ്രൗണ്ട് നട്ടൊക്കെ ഇട്ടിട്ടാണോ ഒന്ന് അഴിഞ്ഞതെന്ന് അറിയില്ല. അപ്പൊ ഇവിടെ ഒരു ചേച്ചി, 2 ചേച്ചിമാര് പ്ലേറ്റ് എടുത്ത് നിക്കണം ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി. അപ്പൊ ഒരു വെന്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് നമ്മുടെ മത്തൻ തോരൻ. ഇച്ചിരി വെള്ളത്തിന്റെ അംശം ഉണ്ട് കേട്ടോ. Sabola. അപ്പൊ നമ്മുടെ തോരൻ ഇത് ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട്. കൊറേയൊക്കെ വെള്ളം വറ്റിയിട്ടുണ്ട്. ഗ്രൗണ്ട് വലിയ ടേസ്റ്റ് ഇല്ല. പറഞ്ഞിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാണ്. നേരത്തെ ടേസ്റ്റ് ചെയ്തപ്പോ ഗ്രൗണ്ട് വലിയ ടേസ്റ്റ് ഇല്ലാറുണ്ട്. ഗ്രൗണ്ട് നട്ട് വാങ്ങിയ ഗ്രൗണ്ട് നട്ട് വലിയ ടേസ്റ്റ് ഇല്ലാത്തയാണോ ഇതിലിട്ടിട്ട് ടേസ്റ്റ് ഇല്ലാത്തയാണോ? ആണോ? അപ്പൊ നമ്മുടെ മത്തന്റെ ഇല തോരനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷെ എന്താ അറിയില്ല, ഇതിൽ കുറച്ച് വെള്ളത്തിന്റെ ഇത് വന്നിട്ടുണ്ട് കേട്ടോ. അത് സാരല്ല, കുഴപ്പമൊന്നുമില്ല. നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റാണ്. അപ്പൊ നമ്മുടെ മത്തൻ പൂവിന്റെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചേച്ചിമാർക്കൊക്കെ ഓരോ സ്പൂൺ കൊടുത്തു നോക്കാം ടേസ്റ്റ് എങ്ങനെയാന്നുള്ളത്.
അപ്പൊ നമ്മളിവിടെ മത്തന്റെ പൂവും കൊണ്ട് കറി വെച്ച് കൊടുത്തു. തോരനാണ് ഉദ്ദേശിച്ചത്, പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ കറീന്റെ രൂപത്തിൽ കുറച്ച് ചാറായിട്ടുണ്ട്. പക്ഷെ അത്രയ്ക്ക് ഒരു ഇണ്ണി കിട്ടിയില്ല കേട്ടോ. എന്താന്ന് വെച്ചാൽ ഗ്രൗണ്ട് നട്ടിന്റെ പൊടി ഇട്ടേ കൊണ്ടായിരിക്കും അത്ര ടേസ്റ്റ് വന്നിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ അടുത്ത പ്രാവശ്യം ചോറും കറിയൊക്കെ നമ്മളൊരു ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോ നമുക്ക് മത്തന്റെ പൂവിന്റെ തോരൻ ഉണ്ടാക്കാം വിത്ത് കോക്കനട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് മത്തന്റെ പൂവിന്റെ തോരൻ ഉണ്ടാക്കാം. അപ്പൊ എങ്ങനെ ഉണ്ടാവും വരെ ടേസ്റ്റ് ചോദിച്ചു നോക്കാം. പക്ഷെ ഇത് എന്തോ കോക്കനട്ട് ആഡ് ചെയ്തുകൊണ്ട് അത്ര വലിയൊരു സുഖമല്ല. നമ്മൾ എല്ലാം ഓപ്പൺ ആയിട്ട് തന്നെ പറയണല്ലോ. നല്ലതാണെങ്കിൽ നല്ലതാണെന്നും അല്ലെങ്കിൽ അല്ലാന്നും പറയണം. അപ്പം ഇവർക്ക് ഇഷ്ടമായിട്ടുണ്ട്, പക്ഷെ ടേസ്റ്റ് അത്രയ്ക്ക് പോരാ. കോക്കനട്ട് ഈ ഗ്രൗണ്ട് നട്ട് ആഡ് ചെയ്തിട്ട് തോന്നുന്നു. അപ്പം അടുത്ത പ്രാവശ്യം നല്ല തേങ്ങയൊക്കെ ചതച്ച് ഇട്ട് നല്ല അടിപൊളിയായിട്ട് നല്ലൊരു മത്തന്റെ തോരനാക്കി ഉണ്ടാക്കണം. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും ബൈ.